CPM ഭരിക്കുന്ന പറവൂർ സഹകരണ ബാങ്കിൽ ഇൻകം ടാക്സിന്റെ പേരിൽ നടന്ന കോടികളുടെ തട്ടിപ്പിൽ CPM പറവൂർ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ 24 പേർക്കെതിരെ മൂവാറ്റുപുഴ വിജിലൻസ് കോടതി കേസെടുത്തു. CPM ഭരിക്കുന്ന പറവൂർ സഹകരണ ബാങ്കിൽ ഇൻകം ടാക്സിന്റെ പേരിൽ നടന്ന കോടികളുടെ തട്ടിപ്പിൽ പ്രമുഖരായ CPM പറവൂർ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ 24 പേർക്കെതിരെ മൂവാറ്റുപുഴ വിജിലൻസ് കോടതി കേസെടുത്തു. ഇതിനു പുറമെ ഷൈനജ സുധീർ കുമാർ എന്ന വ്യക്തിക്കായി നടത്തിയ വായ്പാ തട്ടിപ്പിന്റെ പേരിലും കേസെടുത്തിട്ടുണ്ട്. ബാങ്കിന്റെ മുൻ പ്രസിഡന്റുമാരായ TV നിതിൻ, MA വിദ്യാസാഗർ, EP ശശിധരൻ, KA വിദ്യാനന്ദൻ, നിലവിലെ പ്രസിഡന്റ് CP ജിബു, സെക്രട്ടറി KS ജയശ്രീ, സെക്രട്ടറി KS ജയശ്രീ, മുൻ സെക്രട്ടറി TP കൃഷ്ണകുമാർ, 2014 മുതൽ നിലവിൽ ഭരണസമിതി അംഗങ്ങളായിരുന്നവരടക്കം 24 പേർക്കെതിരെയാണ് അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുത്തത്. ഷൈനജ സുധീർ കുമാറിനെയും പ്രതി ചേർത്തിട്ടുണ്ട്. ബാങ്കിൽ വർഷങ്ങളായി നടക്കുന്ന തട്ടിപ്പുകൾ സംബന്ധിച്ച് കോൺഗ്രസ് നേതാവ് N മോഹനൻ സഹകരണ വകുപ്പിന് പരാതി നൽകിയിരുന്നു. ഇതിൽ നടന്ന 2 വകുപ്പ് തല അന്വേഷണങ്ങളിലും അഴിമതി നടന്നെന്ന് കണ്ടെത്തിയിരുന്നു. കൂടാതെ ബാങ്കിൽ നടക്കുന്ന ക്രമക്കേടുകൾ സംബന്ധിച്ച് ഓഡിറ്റ് റിപ്പോർട്ടുകളിൽ അക്കമിട്ട് പരാമർശിച്ചിരുന്നു. വിവാദ ഓഡിറ്റ് റിപ്പോർട്ട് റദ്ദു ചെയ്യാനായി സഹകരണ വകുപ്പ് മന്ത്രി VN വാസവന് ഭരണസമിതി അപ്പീൽ നൽകിയെങ്കിലും മന്ത്രി അത് പരിഗണിച്ചില്ല. ക്രമക്കേടുകൾ റിപ്പോർട്ട് ചെയ്തിട്ടും തുടർ നടപടികൾ ഉണ്ടാകാതിരുന്നതിനാലാണ് N മോഹനൻ വിജിലൻസിനെ സമീപിച്ചത്. 15 മാസം മുമ്പ് വിജിലൻസ് എറണാകുളം യൂണിറ്റ് DYSPയോട് പ്രാഥമിക അന്വേഷണം നടത്താൻ വിജിലൻസ് കോടതി നിർദ്ദേശിച്ചിരുന്നു. അതിൽ നടന്ന അന്വേഷണത്തിൽ അഴിമതി നടന്നെന്ന കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാൻ നിർദ്ദേശിച്ചത്. 60 ദിവസത്തിനകം അന്വേഷണത്തിന്റെ ആദ്യഘട്ട പുരോഗതി അറിയിക്കുവാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. സഹകരണ വകുപ്പ് നടത്തിയ പരിശോധനയിൽ കണ്ട മറ്റ് അഴിമതികൾ സംബന്ധിച്ച പരാതികളിലും അന്വേഷണം നടക്കുന്നുണ്ട്. ബാങ്കിൽ പണയം വെച്ചിരുന്ന സ്വർണ്ണപ്പണ്ടങ്ങൾ ലേല നടപടികൾ നടത്താതെ സ്വകാര്യ ജ്വല്ലറിക്ക് വിറ്റ സംഭവത്തിൽ സഹകരണ വകുപ്പ് നടപടിക്ക് ശുപാർശ ചെയ്തെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല. ബാങ്കുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഉന്നയിച്ച അഴിമതി ആരോപണങ്ങളെല്ലാം ശരിവെക്കുന്നതാണ് മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ഉത്തരവെന്ന് കോൺഗ്രസ് നേതാക്കളായ MS റെജി, ഡെന്നി തോമസ്, രമേശ് ഡി കുറുപ്പ്, N മോഹനൻ എന്നിവർ പറഞ്ഞു. അതുകൊണ്ട് ഉത്തരവ് കിട്ടും, എത്രയും പെട്ടെന്ന് തീർക്കാൻ പറഞ്ഞു. അപ്പോൾ ഇനി ഇവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 6 മാസമുള്ളൂ പറവൂർ സഹകരണ ബാങ്കിലെ ഇലക്ഷൻ. ഈ ഇലക്ഷൻ വരെ ഇത് നീട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു തന്ത്രമാണ് ഇപ്പോൾ CPMന്റെ ഭാഗത്തുനിന്നും സഹകരണ വകുപ്പിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. അതിലിപ്പോൾ ജോയിന്റ് രജിസ്ട്രാർ അടക്കം ഞങ്ങൾ അവർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. മറ്റൊരു കരുവന്നൂർ പറവൂരിൽ ആവർത്തിക്കാതിരിക്കാൻ നിലവിലെ ഭരണസമിതിക്കെതിരെയും സെക്രട്ടറിക്കെതിരെയും പിരിച്ചുവിടൽ അടക്കമുള്ള നടപടി സഹകരണ വകുപ്പ് സ്വീകരിക്കണമെന്നും ഇല്ലെങ്കിൽ ഇവർക്കെതിരെ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കഴിഞ്ഞ 3 വർഷമായി പറവൂർ സഹകരണ ബാങ്കിലെ അഴിമതിക്കെതിരെ നടത്തിയ നിയമ പോരാട്ടത്തിൻ്റെ അന്തിമ വിധിയാണ് ഇപ്പോൾ മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ഇട്ടിരിക്കുന്നത്. CPMന്റെ ഉന്നത നേതാക്കളടക്കം 24 പേർക്കാണ് പ്രതി ചേർത്തിരിക്കുന്നത്. CPMന്റെ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ TV നിതിൻ ഉൾപ്പെടെ 24 പേർക്ക് കേസെടുത്ത് ഇപ്പോൾ മൂവാറ്റുപുഴ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ ആവശ്യം ഈ ഭരണസമിതി ഉടൻ പിരിച്ചുവിടണമെന്നാണ്. ഈ ഭരണസമിതി പിരിച്ചുവിട്ടില്ലെങ്കിൽ ഇതൊരു മറ്റൊരു കരിവുണ്ണൂരാകാനുള്ള എല്ലാവിധ സാധ്യതയും ഇവിടെയുണ്ട്. നിക്ഷേപരെല്ലാവരും ആശങ്കയിലാണ്. 14 കോടി രൂപയോളം ഈ സാമ്പത്തിക വർഷം പറവൂർ സഹകരണ ബാങ്ക് നഷ്ടത്തിലാണ്. ഇതിനെതിരെ ശക്തമായ സമരവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നിട്ടിരുന്നു.